ഫ്ലൈറ്റ്. ആനി, ഞാൻ റെഡിയായി. പെട്ടെന്ന് വാ. കിടന്ന് ബഹളം വെക്കാതെ ജോസൂട്ടി, 5 മിനിറ്റിനുള്ളിൽ ഞാൻ റെഡിയാവും. ഇനി 1/2 മണിക്കൂറിനകം ഫ്ലൈറ്റ് വരും. നമ്മളവിടെ ചെല്ലണം. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്താലും പുറത്തോട്ട് ഇറങ്ങാൻ സമയം എടുക്കുകയല്ലേ ജോസൂട്ടി? ഞാൻ റെഡിയായി. ആനി, എനിക്ക് ആനിയോട് ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഏകപുത്രനാണ് ഞാനെന്ന് ആനിക്കറിയാമല്ലോ. ജീവിതം മുഴുവൻ അത് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇത്രയൊക്കെ ആയത്. അവസാനം 2 പേരും രോഗിയായി. ഈ വയ്യാഞ്ഞിട്ട് ഇവിടെ വന്നത് എന്തിനാണെന്ന് ആനിക്കറിയാമോ? അവസാന കാലത്തെങ്കിലും മോൻ്റെ കുടുംബത്തോടൊപ്പം മോൻ്റെയും മരുമോളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയാണ് അവരോട് എത്തിയത്. ദൈവത്തെ ഓർത്ത് നിന്റെ മല്ലൊക്കെ ഒന്ന് മാറ്റി അവരോട് സ്നേഹമായി പെരുമാറണം. പറഞ്ഞില്ലെന്ന് വേണ്ട, അല്ലെങ്കിൽ ദൈവോപം ഉണ്ടാകും. ജോസൂട്ടി എന്നാ ഈ പറയുന്നത്? ഞാൻ അവരെ പിടിച്ചു വീഴുമോ? എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒരു സ്റ്റാറ്റസ് ഉണ്ട്. അവർ നല്ല നിലയിലും വിലയിലും കഴിഞ്ഞവരാ. സ്റ്റാറ്റസ് ഇല്ലാത്തവരുമായിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയി പോകുന്നതാ. അതെന്റെ കുറ്റമാണോ? ഓഹോ, ഒരു സ്റ്റാറ്റസ് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കില്ലേ ആനി? എനിക്കറിയാം നിങ്ങളുടെയൊക്കെ സ്റ്റാറ്റസ് എന്താണ്. വെട്ടുപോത്തിനോട് വേദ പോത്തിട്ട് കാര്യമില്ലല്ലോ. ഞാനൊന്നും പറയുന്നില്ല, എല്ലാം ജോസൂട്ടിയുടെ ഇഷ്ടം പോണക്ക് ചെയ്യും. നിർത്ത. ഇപ്പം ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്ത് കാണാം. ഹലോ ഹലോ, ചാക്കോച്ചനാ? എന്താ വണ്ടി വന്നോ? അയ്യോ, ഇന്ന് ഇത്ര പെട്ടെന്ന് വന്നു വണ്ടി. ആഹാ, എങ്ങും താമസിച്ചില്ല ഇല്ലയോ? നന്നായി. എൻ്റെ അപ്പനെയും അമ്മയും കണ്ടായിരുന്നോ? ശരി. പിന്നെ ഒരു കാര്യം കേട്ടോ, അവരെ പെട്ടിയെടുക്കാനൊക്കെ ഒന്ന് സഹായിക്കണേ. ഞാൻ ഐ ആം ഓൺ ദ വേ. ഞാൻ വന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് അങ്ങ് എത്തും. ഓക്കെ ഓക്കെ, താങ്ക് യു ചാക്കോച്ച. ബൈ. വീടെത്തി. ലഗേജ് ഞാൻ എടുക്കണ്ടല്ലോ. പെട്ടി ഞാൻ എടുക്കാം. എത്രയും സുഖമായിരുന്നല്ലേ? ഉറങ്ങി പെട്ടി ഞാൻ എടുക്കണ്ടല്ലോ. വണ്ടിയിരിക്കുക. ഞങ്ങളുടെ തുണികളെല്ലാം ഉണ്ട്. അതെ, താക്സിയാണ് ചായ എന്ന് വിളിക്കുക. കുളിയും നനയൊക്കെയാണ് കഴിയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശത്തെ പറ്റി നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഒരു ചെറിയ ധാരണ ഉണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ ചർച്ചിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് നടക്കുന്ന മീറ്റിംഗിൽ നമ്മുടെ കേരളത്തിലെ റവന്യൂ മന്ത്രി ബഹുമാനപ്പെട്ട ജോസഫ് തരകൻ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. നമ്മുടെ ജോസൂട്ടിയുടെ പ്രത്യേക പരിശ്രമം കൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കാൻ കാരണം. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം വളരെ തിരക്കേറിയ പ്രോഗ്രാമിലാണ് അദ്ദേഹം വരുന്നതിന്റെ പിറ്റേ ദിവസം അദ്ദേഹത്തിന് ടെക്സാസിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ വരുന്ന ദിവസം നമുക്കൊരു ദിവസത്തേക്ക് അദ്ദേഹത്തെ നമുക്കൊരിടത്ത് താമസിപ്പിക്കണം. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യണം. അത് എവിടെ ആരുടെ വീട്ടിൽ താമസിപ്പിക്കാം എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയൊക്കെ ഒരു ആലോചനയ്ക്ക് നമ്മൾ കൂടിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായങ്ങൾ പറഞ്ഞാട്ട്. എന്തിനാച്ചോ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്?
ഏതെങ്കിലും ഹോട്ടലിൽ കൊണ്ട് താമസിപ്പിച്ചാൽ പോലെ. ഒരു ദിവസത്തേക്ക് വരുന്ന മന്ത്രിയെ എന്തിനാ നമ്മൾ ഹോട്ടലിൽ കൊണ്ട് താമസിപ്പിക്കുന്നത്? നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നാണക്കാരുണ്ട്. അത് ഒന്നുമല്ലെങ്കിൽ ജോസൂട്ടിയുടെ പരിശ്രമം കൊണ്ടല്ലേ മന്ത്രി വരാമെന്ന് സമ്മതിച്ചത്. അതുകൊണ്ട് ജോസൂട്ടിയുടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് മന്ത്രിയെ താമസിപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അതെന്താച്ചോ, ജോസൂട്ടിക്ക് വല്ല വാലമുണ്ടോ? ജോസൂട്ടിക്ക് പോലെ തന്നെ എനിക്ക് കമ്മ്യൂണിറ്റിയില് കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ട്. ജോസൂട്ടിയുടെ വീടിനേക്കാളും നല്ല വീടാണ് എനിക്കുള്ളത്. എന്താ എന്റെ വീട്ടിൽ താമസിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? എന്താ ആകാശം വല്ല ഇടിഞ്ഞു വീഴുവോ? അത് മന്ത്രിക്ക് ഉറക്കം വരില്ലയോ? എന്താ എന്തൊരു കാര്യപ്പോ ഇത്? ഓ അത് ശരി, എല്ലാവർക്കും അറിയാം ക്ലാരയുടെ ഇമേജ്. ആഹാ, ക്ലാരയുടെ പേഴ്സണൽ കാര്യം പറയാനാണോ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്? അവള് തന്നെ താമസിക്കുന്നതുകൊണ്ട് സാമൂഹിക ദ്രോഹികൾ ഓരോ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കും. എന്നാ പിന്നെ അച്ഛോ ക്ലാരനെ നമുക്ക് വാഴ്ത്തപ്പെട്ടവളായിട്ടാണ് പ്രഖ്യാപിച്ചല്ലോ. ഓർക്കണം, ഇതൊരു പള്ളി അങ്കണമാണെന്നും ഒരു പള്ളി കമ്മിറ്റിയാണെന്നും മാന്യതയുടെ അതിർവരമ്പ് വിട്ട് നമ്മളൊന്നും സംസാരിക്കരുതേ. എന്താ ഞാൻ വന്നത് ആർക്കും അത്ര പിടിച്ചില്ലയോ? നമ്മളൊന്നും മിണ്ടുന്നില്ല. അച്ഛോ, മന്ത്രിനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കളാം. മന്ത്രിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. നന്നായിട്ട് ഞാൻ ടേക്ക് കെയർ ചെയ്തു. ഞാൻ ചാക്കോച്ചൻ്റെ പക്ഷത്താണ്. സമൂഹത്തിലെ നിലയും വിലയുള്ള ജോസൂട്ടിയുടെ വീട്ടിൽ മന്ത്രി താമസിക്കുന്നതാണ് അതിൻ്റെ ശരിയായ രീതി. അച്ഛൻ്റെ അഭിപ്രായം എന്താ? ജോസൂട്ടി സമാധാനത്തിന്റെ പ്രസിഡന്റ് ആയതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഒലിപ്പ്. എന്റെ വീട്ടിൽ താമസിപ്പിക്കല്ലോ. ഇതൊക്കെ ഒരു കമ്മിറ്റി അല്ലൂടോ. എന്ത് കൂതറ സാധനമാ ചാർലി നീ അടിച്ചിട്ട് വന്നിരിക്കുന്നത്? ഇത് ദൈവത്തിന്റെ ആലയം, നീ ദൈവം ഇത് കളങ്കപ്പെടുത്തരുതേ. ഓ, ഇവിടെ ഇരിക്കുന്നമാരല്ലേ പുണ്യവാളന്മാരല്ലയോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട അച്ഛോ. ചാർലി, നീ ദൈവം ഇത് വെളിപ്പോ. ഇവിടെ ആരെ അലമുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്നാ എന്റെ അഭിപ്രായത്തിൽ മന്ത്രിയെ താമസിപ്പിക്കാൻ ജോസൂട്ടിയുടെ വീട് മതി. ഇനി നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കുകയും തീരുമാനിക്കുകയും ചിന്തിക്കുകയും ഒന്നും വേണ്ട. നിങ്ങള് സ്നേഹത്തോട് പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ നിരാകരിച്ചിട്ടില്ല. നിങ്ങൾക്കും അറിയാം. ഒരിക്കൽ കൂടി നിങ്ങൾ എന്നുള്ള സ്നേഹവും വിശ്വാസവും അറിയിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. അതൊരു വീട് കിട്ടിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒരിക്കൽ കൂടി എനിക്ക് ഈ അവസരം തന്ന ഈ കമ്മിറ്റിക്കാരോടും ബഹുമാനപ്പെട്ട അച്ഛനോടും ഉള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി. എന്താറാകല തന്റെ മുഖത്തൊരു വലായ്മ. എന്റെ അച്ചായ അറിയത്തില്ല, എന്റെ മുട്ടിനൊക്കെ ഭയങ്കര വേദനയാ. ഈ നിന്റെ മുട്ടിനും കാലിനും ഒക്കെ വേദനയായിട്ട് നീ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് എടുത്തോണ്ട് എന്തിനാ? ഓ, ഇന്ന് നമ്മുടെ മകന്റെ മരുമയുടെ ഓർഡർ നമ്മൾ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതിയെന്ന, താഴോട്ട് ചെല്ലണ്ടെന്ന. അതെന്ത് പറ്റി? നാട്ടിൽ നിന്ന് ഏതോ ഒരു മന്ത്രി ഇന്ന് വരുന്നുണ്ടെന്ന് കേട്ടു. അവര് വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ ഇവിടോട്ടാ വരുന്നെന്നാ പറഞ്ഞത്. ഏത് മന്ത്രി? ഏത് മന്ത്രിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഏതോ ഒരു മന്ത്രി വരുന്നുണ്ട്. അതിന് നമ്മുടെ മകനും മരുമകളും കൊണ്ട് പിടിച്ച് കുക്കിങ്ങാ. ഓ അത് ശരി. നമ്മൾ രണ്ട് പുരാവസ്തുക്കള് അവരുടെ മുമ്പിൽ നമ്മളെ കാണിക്കാൻ കൊള്ളത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഓ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അങ്ങനെയുള്ള ദുർവാഖ്യാനമൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ വെറുതെ തോന്നുന്നതാണ്. അങ്ങനെയല്ലടി, അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. നിങ്ങൾക്ക് പണ്ടേ വായിൽ എന്താ വരുന്നതെന്ന് അറിയത്തില്ല. വായിൽ വരുന്നത് കോലയ്ക്ക് പാത്തിട്ടെന്ന് പറഞ്ഞു കണക്ക് നിങ്ങൾ വളവളാന്ന് വർത്താനം പറയും. അത് പിള്ളേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. ജോസൂട്ടി പ്രസിഡന്റ് ആയതിന്റെ ഗുണം കണ്ടോ? മന്ത്രിയെ സ്വീകരിക്കാനുള്ള ഗോൾഡൻ ചാൻസ് അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ സെക്രട്ടറി സ്റ്റീഫൻ ഉണ്ടല്ലോ, അവൻ ആഞ്ഞ് പിടിച്ചതാ അങ്ങോട്ട് വയ്ക്കാൻ. ഞാൻ വിട്ടുകൊടുത്തില്ല, നമുക്ക് തന്നെ കിട്ടി. അപ്പൊ മന്ത്രിയോട് ഒരു പട തന്നെ കാണുമായിരിക്കുമല്ലോ. ഇത് കോൺഫിഡൻഷ്യൽ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. മിക്കവാറും മന്ത്രിയും പ്രൈവറ്റ് സെക്രട്ടറി കാണത്തുള്ളൂ. അപ്പം പിന്നെ ഇപ്പൊ ഇത് പാർട്ടി പിരിവായിരിക്കും. മാങ്ങാത്തൊലി. ആപ്പിറ്റൈസർ ശരിയായോ? ഞാൻ ആപ്പിറ്റൈസർ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഫുഡ് പിക്ക് ചെയ്യേണ്ടതല്ലേ? അയ്യോ, ഇന്നലെ കോസ്കോ പോയിട്ട് ഞാൻ ഡ്രിങ്ക്സ് വാങ്ങിച്ചില്ല.
എന്നാ ജോസൂട്ടി എന്നാ അതെല്ലാം ശരി. ശരി പോയി ചെന്ന് ഞാൻ ഇതൊന്ന് അരിഞ്ഞ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ഞാൻ ഈ അടുക്കളയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ജോസൂട്ടി ആ ലിവിംഗ് റൂം എല്ലാം ഒന്ന് ശരിയാക്കിക്കുക. അവരിപ്പോ ഇനി എത്തുമെന്നല്ലേ പറഞ്ഞത്. ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ പേപ്പർ എല്ലാം കൊണ്ട് ഇവിടെ കൊണ്ടുവരും. എല്ലാം കൊണ്ട് ഇനി ഇങ്ങോട്ട് കൊണ്ടുവരും. ജോസൂട്ടി ഞാൻ ഒന്നുകൂടെ കർശനമായിട്ട് പറയുക, അപ്പച്ചനും താഴോട്ട് ഇറങ്ങി വരരുത്. കഴിയുമെങ്കിൽ അമ്മച്ചോട് പറഞ്ഞ് അത് ശരിയാക്കണം. എന്താ നീ പറയുന്നേ? അവരെന്റെ അപ്പനും അമ്മയല്ലേ, എനിക്ക് അവിടെ അങ്ങനെ പറയാൻ പറ്റൂ? നിനക്കറിയാമല്ലോ, സെന്റിമെന്റ്സ് അല്ല ആനി, നിനക്കറിയത്തില്ലേ അവരെന്റെ അപ്പനും അമ്മയല്ലേ. എന്റെ അപ്പൻ രോഗിയാ. എന്റെ അമ്മയുടെ സർജറി കഴിഞ്ഞിട്ട് എത്ര നാളായി? എന്താ ഇതൊക്കെ നീ ഓർക്കാത്തത്? അതൊക്കെ ശരിയാ ജോസൂട്ടി. അപ്പച്ചന്റെ ഈ വെല്ലും ബ്രേക്കും ഇല്ലാത്ത വർത്താനം അത് മുഷിപ്പ് ഉള്ളവാക്കും എല്ലാവരിലും. അനി, അവര് വലിയ പട്ടണത്തിൽ നിന്നും വന്നവരല്ല, ഒരു കുഗ്രാമത്തിൽ നിന്ന് വന്നവരാ. അവർ അങ്ങനെയൊക്കെയാ, അവരുടെ ജീവിതം അങ്ങനെയാ. ഇനി ആ വയനാട്ടിൽ അപ്പച്ചൻ ജീവിച്ചെടുത്ത കഥകളും അവിടുത്തെ വീരസാഹസികങ്ങളും എല്ലാം പറഞ്ഞ് ബോറടിപ്പിക്കും. വയസ്സായവരല്ലേ, അങ്ങനെയൊക്കെയാ. നമ്മൾ കുറെ സഹിക്കണം. എന്തായാലും നമുക്ക് നോക്കാം, എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കാം. നീ ഒന്ന് ക്ഷമിക്കേ. മന്ത്രിയുടെ മുന്നിലെങ്ങാനും ചെന്ന് പെട്ടാൽ അപ്പച്ചൻ ഈ കഥകളെല്ലാം പറഞ്ഞ്. ഞാൻ പറഞ്ഞല്ലോ, നീ ഒന്ന് ക്ഷമിക്ക, അടങ്ങി ഇരിക്കേ. മിനിസ്റ്ററുടെ ക്രിയ. ഹലോ, ആ എവിടെ വരെയായി? ആ ഓക്കെ, അരമണിക്കൂറോ? ആ കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ മിനിസ്റ്റർക്ക് ഈ ഫുഡൊക്കെ എങ്ങനെയാ? എല്ലാം കൊടുക്കാൻ പറ്റുമോ? എല്ലാം കഴിക്കുമോ പുള്ളി? ആ വറുത്തൊന്നും വേണ്ടെന്നോ? ആ ശരി, ഓക്കെ ഓക്കെ ഓക്കെ, ഞങ്ങളോട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ശരി. വറുത്തൊന്നും വേണ്ട. വറുത്തിട്ടില്ലല്ലോ? 2-3 പേരെ കാണത്തുള്ളൂ. എന്നാലും എൻ്റെ ഉള്ളിൽ ഭയം ഉണ്ടായിരുന്നു, ഇവിടുത്തെ പ്രാഞ്ചിയേട്ടന്മാരെല്ലാം കൂടെ അടുത്തു കൂടും. ആകെ ഉളവാക്കുന്നേ വിചാരിച്ചു. ദൈവാദിനം അവൻ്റെ വാക്കിൽ നിന്ന് അവൻ്റെ 3 പേരുള്ളെന്നാ പറഞ്ഞത്. എന്റെ പേടി നിങ്ങളുടെ അപ്പച്ചൻ ഇറങ്ങി വരുമോന്നായിരുന്നു പേടി. ഇങ്ങനെ പറഞ്ഞെടുത്തില്ല അതിന് മുമ്പ് ഇതേണ്ട. അപ്പൻ ഉറങ്ങിയില്ലയോ? നീ ഇരിക്ക, ഒരു കാര്യം പറയാനുണ്ട്. അന്നിട്ട് ഉറക്കം വന്നില്ലയോ? എടാ, ഏത് മന്ത്രിയായി വരുന്നത്? ഏതോ ഒരു മന്ത്രിയെ. അപ്പ അത് ഇങ്ങനെ ഞങ്ങളുടെ അസോസിയേഷനിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ മന്ത്രിമാരെ വിളിച്ചുകൊണ്ടിരിക്കും. അവർക്ക് കുറെ കാശ് പിരിക്കണം, അവർ വന്നിട്ട് പോകും. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ആരുടെയും പെരുന്നാളൊന്നും അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാനിവിടെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ഒരു കാര്യം പറയാനും വേണ്ട. നമ്മുടെ സെവാന്റെ കെട്ടിയോള ആ കൊച്ചിന് നല്ല സുഖമില്ലെന്ന് പറയുന്നത് കേട്ടു. ശരിയാ. ഞങ്ങളെ അങ്ങോട്ടൊന്ന് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് പറ്റുമോ ഞങ്ങളെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാൻ? വേണ്ട, പോയി കാണണം. ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി ഇരിക്കുകയായിരുന്നു. ഞാൻ പോയി കാണണം. ആ മന്ത്രിയൊക്കെ പോയിട്ട് വന്നിട്ട് ഞങ്ങളെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി മോനെ. എന്താ ആനിമോളെ ഒരു കുശുകുശുപ്പ് നിനക്ക്? ഒന്നുമില്ല മച്ചി. ശരിയപ്പ, ശബാൻ ഇന്നലെ നിങ്ങളുടെ കാര്യം ചോദിച്ചു. നിങ്ങളെ വന്ന് കാണണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ജിൻസിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവർക്ക് വരാൻ പറ്റരുത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ കൊണ്ട് അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്, നമുക്ക് പോയിട്ട് വരാം. അനി അപ്പച്ചന് കൊടുക്കാനുള്ള ചുട്ട ചമ്മന്തി അരച്ചതും കഞ്ഞിയും പയറും മേളി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചു വരുമ്പോ കഴിച്ചോളാം. തിരിച്ചു വരുമ്പോഴത്തേക്കിന് അത് ആരെ തണുത്ത് പഴങ്കഞ്ഞിയാവും പോവാൻ പറ്റി. മോളെ, പഴങ്കഞ്ഞി അത്ര മോശമുള്ള സാധനമല്ല. കൊച്ചിലെ നിന്റെ കെട്ടിയാൻ കഴിച്ച പഴങ്കഞ്ഞിയുടെ ഉശിര ഇപ്പോഴും കാണുള്ളതാണ്.
അയ്യോ, എൻ്റെ അമ്മ സ്വപ്നമായിരുന്നോ? മരുന്ന് കഴിച്ചോ ജെസ്സി? ഇല്ല. ഈയിടെയായിട്ട് നമ്മുടെ ഫാമിലി ആൽബം നോക്കിയിരിക്കലാണല്ലോ എന്റെ പണി. നമ്മുടെ അപ്പനമ്മമാരുടെ ഫോട്ടോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് നല്ലൊരു സുഖമാണ്. നമ്മുടെ അപ്പനമ്മമാർ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോവുകയാണ് സബാനെ. അവരൊക്കെ നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അവരുടെ വില നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. സബാനെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇനി എത്ര നാൾ ജീവിക്കുമെന്ന് അറിയത്തില്ല. വേണ്ടെന്ന് മാത്രം പറയില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ സബാൻ വേറൊരു കല്യാണം കഴിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരമ്മ വേണ്ടേ? നിങ്ങളുടെ വീട്ടിൽ മിനിസ്റ്റർ ഒക്കെ വരുമല്ലേ, എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാലേ? അതേന്നേ, ജെസ്സി ഇപ്പം തന്നെ കാണണമെന്ന് ഇവർക്ക് 2 പേർക്കും വളരെ നിർബന്ധം. പിന്നെ ഞാൻ വിചാരിച്ചു കൊണ്ടുവിടാം, ഇവിടെ കൊണ്ടുവിട്ടേക്കാന്ന് വിചാരിച്ചു. എനിക്ക് മിനിസ്റ്റർ ഗസ്റ്റ് ആകുമ്പോൾ തനിക്ക് ആരെങ്കിലും വേണ്ടിടുവോ? അതിനാ ഞാൻ അപ്പനെ അമ്മയെ വിളിച്ചിരിക്കുന്നത്. അവൻ നോക്കിക്കോളാം കേട്ടോ. എന്നാ ശരിയാ, പോട്ടെ. അതൊന്നും കഴിക്കരുത്, സൂക്ഷിച്ചു. എന്നാ ജോസു ടീച്ചർ ഇന്നു പോകുന്നേ. കൊള്ളാം. മിനിസ്റ്റർ ഇപ്പം വരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാണ്. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് ഇരിക്കാം. ജെസ്സി എന്തിയെ സബാനെ? ജെസ്സി വെള്ളത്തെ മുറിയില്ല അമ്മച്ചി. എന്നാ നമുക്ക് ജെസ്സി ഒന്ന് പോയി കാണാം. എന്റെ മോളെ അവിടെ കിടന്നു നീ അവിടെ കിടന്നു. എങ്ങനെയുണ്ട് മോളെ? അങ്ങനെയൊക്കെ പോകുന്ന അപ്പച്ച. സാരമില്ല മോളെ, ഇതൊന്നും സാരമില്ല. ജോസൂട്ടിയുടെ അപ്പച്ചനും അമ്മച്ചി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് സെബാൻ പറഞ്ഞാൽ അറിഞ്ഞായിരുന്നു. അങ്ങോട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ച, പക്ഷെ എനിക്ക് ഡയാലിസിസിന് പോകേണ്ടി വന്നു. അതുകൊണ്ട് അതിന് പറ്റിയില്ല. ഒന്നും സാരമില്ല മോളെ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ. നിങ്ങൾ വർത്താനം പറഞ്ഞോണ്ടിട്ട് മോളെ, ഞാൻ താഴോട്ട് പോട്ടെ. എന്നല്ല ശരി അപ്പച്ച. ഇങ്ങോട്ട് വന്ന് കാണാൻ സാധിച്ചല്ലോ മോളെ, ഇനി സങ്കടപ്പെട്ട കാര്യമില്ലല്ലോ. എന്താ മോളെ നീ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഏതാണ്ട് അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജീവിയെ പോലെ. രാഹേലമ്മച്ചിയുടെ ചിരിയും സംസാരവും ഒക്കെ കണ്ടിട്ട് എനിക്ക് എന്റെ സ്വന്തം അമ്മച്ചിയെ പോലെ തോന്നുക. മോളെ, സ്വന്തം അമ്മച്ചിയെ പോലെയല്ല, ഇത് സ്വന്തം അമ്മച്ചി തന്നെയാണ്. ആണും പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളൂ, അതാണ് ഞങ്ങളുടെ ജോസുകുട്ടി. ഇപ്പോൾ ഞങ്ങൾക്കൊരു പെൺകുഞ്ഞു കൂടിയായി. ഞങ്ങൾക്ക് പിറക്കാതെ പോയ മോളാണ് നീ ജെസ്സി മോളെ. നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് കാണുക അമ്മച്ചി. എനിക്കതൊരു വലിയ ആശ്വാസമായിരിക്കും. ഇനി എനിക്ക് അധികകാലം ഉണ്ടായിരിക്കുകയില്ല. മോളെ, ജീവിതത്തിന്റെ കാലവും കാലഗതിയും ഒക്കെ നിശ്ചയിക്കുന്നത് ഒടയ തമ്പുരാനാ. നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. പിന്നെ മോൾക്കറിയത്തില്ലേ, നമ്മുടെ ഏതോ ഒരു സിനിമാ നടി മമത മോഹൻദാസും ഇന്നസെന്റും ഒക്കെ ഇതേ രോഗം കൊണ്ട് കഴിഞ്ഞ് ചിരിച്ചും കളിച്ചും അവർ ജീവിതം കഴിച്ചു കൂട്ടിയത്. ഓ, മോള് വിചാരിക്കും അവരൊക്കെ വലിയ സിനിമാ താരങ്ങളൊക്കെ അല്ലേ, അവർക്ക് എന്തുമാകാമെന്ന്. എന്നാൽ എൻ്റെ മോൾക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാൾക്കും ഇതേ രോഗമാണ്. ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്.
ആരാ അമ്മച്ചി? നമ്മുടെ എൻ്റെ ഇച്ഛായൻ, നമ്മുടെ ജോസൂട്ടിയുടെ അപ്പച്ചൻ. നേരാണോ അമ്മച്ചി? അതേ മോളെ, അങ്ങേര് ഭരണക്കിടക്കയിലേക്ക് ഓടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് തീരെ വയ്യാഞ്ഞിട്ടും ഞങ്ങള് 2 മാസം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ കൂടെ നിൽക്കാമെന്ന് ഓർത്തുകൊണ്ട് ഈ പറഞ്ഞ് ഇവിടെ എത്തിയത് മോളെ. നിങ്ങളുടെ പേരൊക്കെ എന്തുവാ? ഓ നല്ല പേര്. കൊള്ളാമല്ലോ. നിങ്ങൾ എന്തിനാ ഇപ്പൊ പഠിക്കുന്നേ? ഞാനും നോക്കട്ടെ മോളെ. അവിടെ പാവയുടെ പേരെന്നാ? സോഫിയ. ഇതോ? കൊള്ളാം. ഓക്കെ. മോക്കൊരു കൂട്ടുകാരി ഉണ്ടോ ലില്ലി എന്ന് പേരുള്ള? ഇല്ലയോ? ഓക്കെ. ഇതിന്റെ ടോയില് ആദ്യം ഇത് കാണിക്കാം. ഇതില്ലേ, ഞാൻ കഷ്ടപ്പെട്ടവരുണ്ടാക്കിയ ഫെറാറി കാറാ. ഇതിന് വേണ്ടി ഒരു ഡ്രൈവർ ഉണ്ട്. ഇതിന്റെ പേര് ഫ്രാങ്ക്. ഡ്രൈവറിന്റെ പേര്. ഇത്ര പെട്ടെന്ന് പിള്ളേര് അപ്പച്ചനുമായിട്ട് അങ്ങ് ഇണങ്ങി ചേർന്നല്ലോ. ഈ ഗ്രാപ്പ എവിടെ കൊണ്ടുപോകുന്നത്? നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യണം. എന്റെ അപ്പനെയും അമ്മയും കണ്ണു നിറയെ കാണാനും അവരുടെ വാത്സല്യം അനുഭവിക്കാനും ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്റെ മക്കൾക്ക്. സബാനെ, നീ ജോസൂട്ടിയെ വിളിച്ച് പറയണം ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നുള്ളൂ. എന്നോട് പറ. ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഒന്ന് കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യട്ടെ. ഓൺ കണ്ടീഷൻ, ഏറ്റവും വേഗത്തില് നമ്മുടെ ഗ്രാപ്പയെ തിരിച്ചു എന്താ വാന്നേ, ഒരു പരിപാടിയൊക്കെ ഒപ്പിക്കാം. വാ. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? ഒന്നും പറയണ്ട ചാർലി. ഒരു കണക്കിനൊക്കെ ഇഞ്ഞ് വന്ന് പറ്റി. അല്ലാതെ ഞങ്ങള് അതാണ്. ഓ എന്റെ ചാച്ചി, എടാ നിന്നെ ഇവിടെ വിളിക്കുന്നത് അലക്സ് എന്നാണല്ലോടാ. അച്ചാച്ചിക്ക് അറിയാമല്ലോ എന്റെ പഴയ ജീവിത നാട്ടിലത്തെ. അവിടെ എന്റെ അലക്സ് തന്നെ വിളിച്ചു. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ ചാച്ചി? എടാ ഇനിയെങ്കിലും നീ നല്ലവനായിട്ട് ജീവിക്കണം. എന്റെ ആഗ്രഹം അത്. എല്ലാ കാര്യങ്ങളും ഇപ്പൊ ശരിയാകട്ടെ. ഏതാ വേണ്ടേ? അങ്ങനൊന്നും ഇല്ലടാ മോനെ. ഓസിന് കിട്ടിയാൽ ആസിഡും വലിച്ചു പിടിക്കുന്നവരാണ് ഇവിടുത്തെ പ്രവാസി മലയാളികള് ചാച്ചിയുടെ. പിന്നെ ഞങ്ങള് മലബാറില് ആ ഓണംകേറ മൂലയില് കാടിന്റെ അകത്ത് വല്ലതും ഇതുപോലെ വാറ്റി കുടിച്ചോണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ നല്ല സാധനമായിരുന്നു കേട്ടോ. ഉഗ്രം സാധനമായിരുന്നു. ഇവിടുത്തെ NC ആണ് നല്ല ആൾക്കാർ കുടിക്കുന്നത്. നീ ഒഴിക്കാതായി നോക്കാം. ഐസ് ഒന്നും അത് കുറച്ച് ചോദിച്ചാൽ മതിയല്ലോ അല്ലേ? ഓൺലൈനിൽ പഴയ പോലൊന്നും വയ്യാതെ നമുക്ക് നോക്കാമെന്നോ. മതിയോ ഐസേ? അത് എത്ര അച്ചാച്ചി 2 വർഷം കഴിഞ്ഞ് ആദ്യമായിട്ട് അച്ചാച്ചിയോട് വരുന്നത്. ഇച്ചിരി നാളായി ഈ ബ്രാൻഡ് അടിച്ചിട്ട്. നിങ്ങളൊക്കെ പിന്നെ കൂതറ അടിയാനായിരിക്കും. ഇതൊക്കെ നല്ല സാധനം നമ്മൾ അടിക്കുന്നത്. എന്റെ അച്ചാച്ചിക്കറിയാം. അന്ന് അലക്സ് എന്ന് പറയുന്നവന് എന്നെ രാശി കണ്ടാണ് ആൾക്കാരെ കണ്ടുപിടിക്കാൻ വിളിക്കുന്നത്. ഞാൻ രാശിയുള്ള കുടികളെന്ന് ആൾക്കാർ പറയുന്നു. ഞാനൊരു മദ്യം ആർക്ക് കൊടുക്കുന്നവന്റെ ജീവിതകാലത്ത് മദ്യം ഉപേക്ഷിക്കുന്നു. നാട്ടുകാരെന്നെ
രാശിയാശ എന്ന് വിളിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ചാച്ചി 8 വർഷം മുമ്പ് അറിഞ്ഞു കാണുമല്ലോ. മദ്യം നമ്മളെ കുടിക്കരുത്. എന്ന് മദ്യം നമ്മളെ കുടിക്കുന്നോ അതോടെല്ലാം കൈവിട്ടു പോകും. അത് നീ മനസ്സിലാക്കിക്കും. സബാനെ, ദാരിദ്ര്യവും പ്രാരാബ്ദം കൊണ്ട് പൊറുതി മുട്ടിയപ്പെടും. എന്റെ റാഹേലിനെയും ജോസുമോനെയും അകന്ന ബന്ധത്തിലുള്ള എൻ്റെ ഒരു അമ്മാച്ചനെ ഏൽപ്പിച്ചാണ് ഞാൻ പൊൻകുന്നത്ത് നിന്നും വയനാടൻ ചുരം കയറിയത്. കാട്ടാനക്കൂട്ടങ്ങളോടും കരിമ്പാറകളോടും മല്ലിട്ട് 10-40 കുടിയേറ്റക്കാർ ഞങ്ങളുടെ ചോരയും നീരും അവിടെ ഒഴുക്കി സ്വർണം വിളയുന്ന ഭൂമിയൊക്കെ അവിടെ മാറ്റി ഞങ്ങൾ. അപ്പൊ കുടിയേറ്റക്കാരുടെ ഹീറോ ആയിരുന്നു അപ്പച്ചനല്ലേ? ഹീറോ. അവർക്ക് എല്ലാ കാര്യത്തിനും എന്നെ വേണമായിരുന്നു. അവരെന്നെ വിളിച്ചിരുന്നത് ഒരുക്ക് മനുഷ്യനെന്നാണ്. ഇതോടെ കൂട്ടാടി ഇടയ്ക്കൊക്കെ എൻ്റെ റാഹേലിനെയും എൻ്റെ ജോസൂട്ടി മോനെയും കാണാനായിട്ട് ചങ്ക് വല്ലാതെ പിടയ്ക്കും. ആ സമയത്ത് ഞാൻ പുറത്തിറങ്ങും മഴ നോക്കി. എന്തിനാണെന്നോ, എൻ്റെ കണ്ണിൽ നിന്ന് വരുന്നത് കണ്ണുനീരാണോ മഴത്തുള്ളിയാണോ എന്ന് ആരും തിരിച്ചറിയാതിരിക്കാൻ. നേതാവല്ലേ ഞാൻ, നേതാവ് കരയാൻ പാടില്ലല്ലോ. നേതാവ് നീ ഉറങ്ങിയോടാ? ഞാനെന്നാലും അങ്ങോട്ട് പോട്ടെ. എനിക്കിന്ന് നേരത്തെ പോയിട്ടൊരു പരിപാടി ഉണ്ട്. കാണാം. എന്നാ പിന്നെ നീ പോ. എങ്ങും വീടിനെ പറ്റിയൊന്നും ചെയ്യല്ലേ. വണ്ടി ഓടിച്ചു പോകാവോ? ഊബർ വിളിച്ചു തരണോ? അത് നോക്കട്ടെ. ഞാനുണ്ട്. സബാനെ, അങ്ങനെ എൻ്റെ ജീവിതവും എൻ്റെ കഷ്ടപ്പാടുകളും ഒക്കെ പറയുന്നത് എൻ്റെ മകനും മരുമകൾക്കും ഒട്ടും ഇഷ്ടമല്ല. അതൊക്കെ അവർക്ക് പുച്ഛമാ, എന്തോ ഒരു നാണക്കേട് പോലെ. അല്ലെങ്കിൽ അതൊക്കെ അറിഞ്ഞിട്ട് അവർക്ക് എന്താ കാര്യം? സബാനെ, എനിക്ക് നാട്ടിലോട്ടൊന്ന് വിളിക്കണം. എൻ്റെ ഒരു സുഹൃത്തിനെ വിളിക്കാന്, കുര്യച്ചനെ. വലിയ വിഷമം വരുന്ന സമയത്ത് നമുക്കിപ്പം വിളിക്കാമല്ലോ. അപ്പച്ചൻ നമ്പറൊക്കെ അറിയില്ലേ? ഇതെന്ന് വിളിച്ചാൽ മതി. ഞാൻ പറയാൻ നീ ചെയ്തു പറഞ്ഞു. കുര്യച്ചായ, നമ്മൾ നട്ടു വളർത്തിയ മാവും മാമ്പൂക്കളും കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല എന്നൊരു ചൊല്ലില്ലേ? അത് നേരാ. കുര്യച്ചായ, വർഷങ്ങളായി എന്റെ മക്കളിൽ നിന്ന് ഞാൻ മോഹിച്ച് കിട്ടാതെ പോയ സ്നേഹവും സന്തോഷവും അച്ചായ എനിക്കാരോരുമല്ലാത്ത ഈ മക്കൾ എനിക്ക് തന്നത്. കലപ്പില്ലാത്ത സ്നേഹം. എന്താ കുര്യച്ചായ, വല്ലാതെ ചുമക്കുന്നുണ്ടല്ലോ?
വല്ലാതെ ചുമക്കുന്നുണ്ടല്ലോ. അയ്യോ, എന്നാ പിന്നെ ഏതെങ്കിലും ആശുപത്രിയിൽ. ഹലോ 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 കുരിച്ചായ, ഹലോ. ആ കൊന്നു പോയി. എല്ലാം കിട്ടിയോ ജോസൂട്ടി? അനി മന്ത്രി ഉടനെ വരും. ഞാൻ പോയി എന്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറിട്ടോട്ടെ. നീ ഇതൊക്കെ ഒന്നുകൂടെ നാടുക കിട്ടിയതാ. ഞാൻ പോയ പോലല്ലോ, പെട്ടെന്ന് മൂഡ് ഓഫ് ആയി പോയല്ലോ. സവാനെ, ഞാൻ ആ കുര്യച്ചന്റെ കാര്യം ഓർക്കുമായിരുന്നു. ഓ, അതൊന്നുമല്ല. മിനിസ്റ്റർ വീട്ടിൽ വരുന്ന അറിഞ്ഞുകൊണ്ട് അപ്പച്ചനെ അവിടുന്ന് മാറ്റിയ ജോസൂട്ടിയുടെ വക്രബുദ്ധി ഓർത്താ അച്ഛൻ ഇത്ര വിഷമം. അല്ല അല്ല സവാനെ, ഈ മിനിസ്റ്റർ ഇപ്പൊ US സന്ദർശനം നടത്തുന്ന എന്തിനാണെന്ന് ജോസൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ഇപ്പം എന്റെ ഷിക്കാഗോയിലുള്ള ഒരു ഫ്രണ്ട് അയച്ചെന്നൊരു വീഡിയോ അപ്പച്ചനെ ഒന്ന് കണ്ടു നോക്ക്. നിങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വൈകാരിക സമസ്യയെ അഭിസംബോധന ചെയ്യാനാണ് എന്റെ ഇത്തവണത്തെ US സന്ദർശനം. നിങ്ങളിൽ വലിയൊരു ശതമാനം പേരുടെയും മാതാപിതാക്കൾ നാട്ടിൽ വാർദ്ധക്യത്തിന്റെ ജീവിത സായാഹ്നം മക്കൾക്കൊപ്പം ജീവിച്ചു തീർക്കാൻ പറ്റാത്തതിന്റെ സങ്കടത്തിലാണെന്ന് ഉള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ നൊമ്പരക്കണ്ണിലൊപ്പാനുള്ള മാജിക്കൊന്നും സൃഷ്ടിക്കാൻ പറ്റിയില്ലെങ്കിലും ചെറിയൊരു ആശ്വാസ പദ്ധതി നാം ആവിഷ്കരിച്ചു നടപ്പാക്കാൻ തീരുമാനിക്കുകയാണ്. പകൽ പ്രതീസ എന്ന പേര്. നാട്ടിലുള്ള നിങ്ങളുടെ മാതാപിതാക്കൾ ആഴ്ചയിൽ 1-2 ദിവസം ഒരു സ്ഥലത്ത് ഒത്തുകൂടി തങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും അനുഭവങ്ങളും പരസ്പരം പങ്കുവെക്കുകയും സർക്കാർ സംവിധാനങ്ങളുടെ സഹായത്തോടെ വിദേശത്തുള്ള മക്കളുമായി സംബന്ധിക്കുകയും ചെയ്യുന്ന പൗത്ര പദ്ധതി പകൽ പർദീസ. അത് സംബന്ധിച്ച് പ്രവാസി സഹോദരങ്ങളിൽ നിന്നുള്ള വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സഹായ സ്ഥാപനങ്ങളും സംഹരിക്കാനാണ് ഇനിയുള്ള എന്റെ 10 അമേരിക്കൻ ദിനരാത്രങ്ങൾ. നന്ദി. സവാനെ, ഇതിന്റെ ആവശ്യത്തിനായി ഞാൻ ഇവനൊരു കത്ത് അയച്ചിരുന്നു. പക്ഷെ ഇത്രയും പെട്ടെന്ന് അവൻ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ വിവരം ജോസൂട്ടി നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ മിനിസ്റ്ററുടെ മുന്നിൽ അപ്പച്ചനെ അമ്മച്ചനെ നിർത്തി ആളാകാൻ നോക്കിയേനെ. സവാന, നീ അങ്ങോട്ട് പോകുമ്പോ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് അപ്പച്ചനെ ചെറിയ കിടക്ക് കേട്ടോ. കൊച്ചിരാകല്ലേ ഇച്ചായ, എന്റെ ചാച്ച ഈ ഇരുട്ടത്ത് ഇങ്ങനെ തനിയെ ഇരുന്ന് കരയുകയാണോ? മഴ പെയ്യുമ്പോൾ മാത്രം കരയുന്ന ഉരുക്ക് മനുഷ്യനായി എന്റെ ഈ ചാച്ചപ്പൻ. രാവിലെ കരയാൻ പൊട്ടിയാ പിന്നെ കരഞ്ഞല്ല പറ്റുള്ളൂ. മഴയത്ത് മാത്രമല്ല, ഇരുട്ടിനും ഈ കണ്ണുനീരും മറയ്ക്കാൻ പറ്റും. രാവിലെ നീ ഇത് കൂടി ഇതിനാണ് ഞാനിപ്പം കുരിച്ചാനെ വിളിച്ചു. അങ്ങാർക്ക് തീരെ സുഖമില്ല. അതോർത്താണ് വിഷമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊന്ന് കിടന്നാ കൊള്ളാവുന്നുണ്ട്. ഞാനൊന്ന് കിടക്കട്ടെ അല്പനേരം. അച്ചായൻ കിടക്ക, ഞാൻ അവിടെ നീ അങ്ങോട്ട് പോകുമ്പോ ആ ലൈറ്റ് കൂടെ ഒന്ന് ഓഫ് ചെയ്ത്. ശരി അച്ഛാ, ഞാൻ നല്ല ജെസ്സിയുടെ മുമ്പിലാണ്. എങ്ങനെയുണ്ട് ശരീരസുഖം? ഭയങ്കര ക്ഷീണമുണ്ട്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മോളെ. ദൈവമേ സ്തോത്രം, കർത്താവേ, നമുക്ക് സൗഖ്യമാവും കേട്ടോ. ഒന്നുകൊണ്ട് പേടിക്കട്ടെ. ഇതാരാ? നമ്മുടെ ചാർലിയുടെ ഭാര്യ ത്രേസ്യാമ്മയല്ലേ? അതെ. നീ എപ്പോഴാണ് അവിടെ വന്നത്? ഞാൻ വന്നിട്ട് കുറച്ച് നാളായി.
എങ്ങനെയുണ്ട് അമേരിക്കയിലെ ജീവിതമൊക്കെ? സുഖമാ, പരമാനന്ദം. നമ്മുടെ ശശിക്കൊച്ചിനെ കണ്ടില്ലേ? എവിടെയെല്ലാം പോയി മാർഗംകളി കളിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അമ്മച്ചേനെ എനിക്ക് കാണാൻ കൊതിയാകുന്നു. എനിക്ക് വേണ്ടി 2 സ്റ്റെപ്പ് നിങ്ങളൊന്ന് കളിക്കാമല്ലോ? അതിനെന്താ മോളെ, ഞങ്ങൾ കളിക്കാമല്ലോ. வேண்டும் பணிகை இந்த இந்த മഹിമയുടൊരു മകളെല്ലാം ചെയ്യും മനുവിവത്തിത്താം ഇമ്പമുടരുവികൾ തിരുമനസാലെ കീൽ വഴി തീർത്തേം തത്തതിഹുതീർത്തേം തത്തതിത്തേതിഹുതേ ഇന്ദ്രിതത്താതത്താതുങ്കത്തെ വിശ്വമിടം കയ്യിലായവനൊരുവൻ വിധിയുടയരജൻ തിരുമുൻപാകെ തക്കിടുകിടകതേ തകതാം 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 തേ തിക്കിടുകിടകതേ തികിതാം 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 തേ തക്കിടുകിടകതേ ആ തകതാം തേ തിക്കിടുകിടകതേ. അയ്യോ, മോൾ അങ്ങ് ഉറങ്ങിപ്പോയല്ലോ. അത് ശരിയാണല്ലോ, കുഞ്ഞങ്ങ് ഉറങ്ങിപ്പോയി. അവള് സന്തോഷം കൊണ്ടോ ഉറങ്ങിപ്പോയി. കുറച്ച് കഴിയില്ലേ? കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ഒത്തിരി പഠനങ്ങൾ അനി, നമ്മൾ ചെയ്തത് അല്പം ക്രൂരതയായി പോയില്ലേ? ഒന്നുമല്ലെങ്കിലും നമ്മുടെ അപ്പൻ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് പോലും നമ്മൾ മറന്നുപോയി. ജോസൂട്ടിക്ക് അറിയാവോ നമ്മുടെ പിള്ളേര് വന്നിട്ട് ഉടനെ തിരിച്ചു പോയത് എന്താണെന്ന് അറിയാവോ? നമ്മുടെ അപ്പനെ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതാ അവര് തിരിച്ചു പോയത്. നിന്നോടാരും പറഞ്ഞതൊക്കെ പിള്ളേരുടെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ അപ്പനെയും അമ്മയും ഇങ്ങോട്ട് കൊണ്ടുവരണമായിരുന്നോ? ഇത്രയും പാടുപെട്ടിട്ട്. അറ്റ്ലീസ്റ്റ് ഫുഡ് കഴിക്കുമ്പോഴേലും ഒരു ടേബിൾ മാനേഴ്സ് കാണിക്കാമായിരുന്നു. പിന്നെ ആ കുഗ്രാമത്തിൽ നിന്ന് വന്നവരാ ടേബിൾ മാനേഴ്സ് കാണിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഇത്ര ഇറിറ്റേഷൻ ആയിരുന്നെങ്കിൽ എന്തിനാ അത്രയും പാടുപെട്ട് അപ്പനെ അമ്മയും ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്താ ജോസൂട്ടി ഈ പറയുന്നത്? അപ്പനോട് എനിക്ക് എന്തോ വൈരാഗ്യമുള്ളവണക്കാണല്ലോ ജോസൂട്ടിയുടെ സംസാരം. മിനിസ്റ്റർ വരുമ്പോ അങ്ങനെ ഒരു ന്യൂസൻസ് ആകണ്ടല്ലോ എന്ന് കരുതിയാണ് കുറച്ചു നേരത്തേക്കിന് അപ്പനെ മാറ്റണമെന്ന് പറഞ്ഞത്. ആകാശം ഇടിഞ്ഞു വീണാലും ഇന്ന് ഒരു ദിവസം ഇത് ചെയ്തേ പറ്റുള്ളൂ. മിനിസ്റ്റർ വരാൻ സമയം ആയില്ലല്ലോ, നോക്കട്ടെ. പിന്നെ എന്തുകൊണ്ട് കുടിക്കാൻ തന്നെ വേണം. വെള്ളം തന്നോ സൂട്ടി? വിശേഷങ്ങളൊക്കെ ജോസൂട്ടി, ഞാൻ കുറച്ചു നേരം ഞാൻ കുറച്ചു നേരമായിട്ട് വെളി വന്നത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കേട്ടു. പണ്ട് തിരുവിതാംകൂറില് സർ സി പി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയായിരുന്നു. അതുപോലെ നിങ്ങള് കെട്ടിയവനും കെട്ടിയവളും കൂടെ ചാത്തപ്പനെ അങ്ങ് നാട് കടത്തിയില്ലേ? അത് കലക്കില്ല മാഷേ. അതല്ല ചാർലി, അപ്പന്റെ കാര്യം അറിയായിരുന്നോ? കണ്ണും മൂക്കും നോക്കാതുള്ള ഒരു സംസാരം, എവിടെയാ എന്താണെന്ന് അറിയാതെ അങ്ങ് സംസാരിക്കും. അതാ അങ്ങനെ. അതെ, ഇത് ഒരു മുൻകരുതൽ മാത്രം. എന്തോ മുൻകരുതലാ, വളരെ ചീപ്പായി പോയി എന്റെ ജോസൂട്ടി. ഇത് ഒരു മനുഷ്യനെ കാണിക്കാത്ത രീതിയാണ് നിങ്ങൾ കാണിച്ചത്. കംപ്ലീറ്റ് ഒരു തലപരിപാടിയാണ് കേട്ടോ ജോസൂട്ടി. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇവിടോട്ട് വന്നിട്ട് മിനിസ്റ്ററെ കാണാൻ എന്തിനാ വന്നെന്ന് അറിയാമോ? അല്ല പറ, വല്ല ഐഡിയ ഉണ്ടോ?
ചാർലിക്ക് ഡൗറി കിട്ടിയ നിലം മുഴുവൻ നികത്തി ഒരു ഷോപ്പിംഗ് മാൾ പണിയാണ് ഇപ്പൊ അല്ലേ? അതിന് റവന്യൂ മിനിസ്റ്റർ ജോസഫ് തലവനെ മാത്രം കണ്ടാൽ മതി എനിക്ക്. വേറെ മന്ത്രിമാരില്ലേ ജോസൂട്ടി? എന്നാലും റവന്യൂ മിനിസ്റ്റർ ഒക്കെ ഇതൊക്കെ ചെയ്യുന്നത് അതിനായിരിക്കും. സ്ഥലം എത്തിയോ? സ്ഥലം എത്തി. അനി അവർ വന്നു തോന്നുന്നു. വെൽക്കം വെൽക്കം വെൽക്കം. കുഴപ്പമില്ല. യാത്ര കുഴപ്പമില്ല. പിന്നെ ഉറങ്ങാൻ പറ്റിയ കുറച്ചേ ഉറങ്ങാൻ പറ്റി. ബിസിനസ് ക്ലാസ് ആയതുകൊണ്ട് ഉറങ്ങാൻ പറ്റി. നിങ്ങൾക്ക് അറിയാമല്ലേ? പിന്നെ നിങ്ങളിപ്പം മന്ത്രിപ്പം ഇവിടെ ഷിക്കാഗോയിൽ നിന്ന് വന്നാ അതെ. അല്ലേ? ഷിക്കാഗോയിലായിരുന്നു അല്ലേ? ഓ ശരി. നിങ്ങൾ എത്ര നാളായി ഇവിടെ ആയിട്ട്? ഓ 25 വർഷമായി. പിന്നെ എന്തെടുക്കുന്നു? ജോലി ചെയ്യുന്നു. പിന്നെ എടാ ജാളി, നിന്റെ ഉടായ്പൊക്കെ എപ്പോഴും ഉണ്ടോടാ? ഓ സാറേ, ഇവിടെ അന്ന് നടക്കത്തില്ല. ചാർലി വെള്ളം വേണോ? വേണ്ട, ഞാൻ പിടിച്ചിട്ടാണ്. ഓ ചാർലി വീകളൊന്നും കുടിക്കില്ല. ഓ അങ്ങനെയൊന്നുമില്ല സാറേ. മക്കളെ സാറേ, രണ്ടുപേരും കാലിഫോർണിയയില്ല. ഇപ്പൊ അങ്ങ് വലുതായി പോയി കേട്ടോ. ഇത് പഴയ പണ്ടത്തെ ഫോട്ടോയാ. ശുദ്ധീകരണത്തിന്റെ ആവശ്യമൊന്നുമില്ല ജോസൂട്ടി. മന്ത്രിസാറിനെല്ലാം അറിയാം, എല്ലാം അറിഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അനിയമേ, എന്നാ പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? എല്ലാം റെഡിയാ സാറേ, നമുക്ക് കഴിച്ചേക്കാം. ഓക്കെ, നമുക്ക് അടിച്ച് രണ്ടെണ്ണം അടിക്കുകയും ചെയ്യാമല്ലോ. ഓക്കെ. ശരി ശരി, വാ 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 നമുക്ക്. ചാർലി ഇല്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. ചൂട് ഇന്ന് കഴിക്കുന്ന വലിയൊരു ഇതാണ്, സ്റ്റാറ്റസ് ആണ്. എന്തായാലും വന്നിരിക്കുന്ന നല്ലത്. അനിമോ, എനിക്ക് വേണ്ടിയാണോ ഇത്ര ഐറ്റൊക്കെ ഉണ്ടാക്കി വെച്ചത്? ഞാൻ മെസ്സേജ് ചെയ്തില്ലായിരുന്നു മന്ത്രിക്ക് നാടൻ ഫുഡ് മാത്രം മതിയെന്ന്. ഇതൊന്നും എനിക്ക് വേണ്ട. ഇച്ചിരി കഞ്ഞിയും ഇച്ചിരി ചമ്മന്തിപ്പൊടിയും കിട്ടിയാൽ നമ്മൾ ഓക്കെ. അപ്പനുണ്ടാക്കിയ കഞ്ഞി ഇരിപ്പുണ്ടല്ലോ, അതെടുക്കട്ടെ. അതിങ്ങ് എടുത്തോണ്ട് പോവാനിയമ്മേ. ഓ, പഴങ്കഞ്ഞി ആയിരിക്കും അല്ലേ? ഞാനൊക്കെ ഒത്തിരി പഴങ്കഞ്ഞി കുടിച്ച് വളർന്നാന്നേ. ധൈര്യമായിട്ട് കൊണ്ടുപോവാ, അത് മതി. നമ്മൾ പണ്ടോട്ടെ പഴയ കഞ്ഞി കുടിച്ച് വളർന്ന ആളാണ്. അതാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ രഹസ്യം. അതൊക്കെ മുന്നോട്ട് നീക്കി വെക്കാം. മറ്റേതാ മുന്നോട്ടേക്ക് വെച്ചു. കടുപ്പായിട്ടോ പഴങ്കഞ്ഞി ചെയ്യാം. ഒരു കുഴപ്പമില്ല. ജോസൂട്ടിയുടെ വീട്ടിൽ വന്ന് പഴങ്കഞ്ഞി കുടിപ്പിച്ചെന്ന് പറയല്ലേ. സന്തോഷമായി ജോസൂട്ടി. ഇതൊക്കെയാണ്, ഇത് കഴിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങ് വന്നത്. എനിക്ക് അത്ര വിശപ്പൊന്നുമില്ല കേട്ടോ. കുറച്ച് കഴിക്കും. അച്ഛനെത്തിയല്ലോ. ആഹാ, ഇരുന്നാട്ട് ഇരുന്നാട്ട് ഇരുന്നാട്ട്. എല്ലാവരും കഴിഞ്ഞു കൂടിയാണല്ലോ. നല്ല സമയത്താണല്ലോ ഞാൻ എത്തിയത്.
അച്ഛനോട് ശരിന്നോ കഞ്ഞി കുടിച്ചാലോ? വേണ്ട, ഞാന് വേണമെന്നില്ല. ഞാൻ ആഹാരമൊക്കെ കഴിച്ചതാണ്. ഞാൻ മിനിസ്റ്റർ വന്നല്ലോ, അപ്പോൾ മിനിസ്റ്റർ ഒന്ന് കാണാമെന്ന് വെച്ച് നാളത്തെ പരിപാടിയൊക്കെ പറ്റി ഒന്ന് പറയാമെന്ന് വെച്ചാൽ വന്നതാണ്. എന്റെ ഇഷ്ടം. നെല്ലിക്ക അച്ചാറും കൂടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെല്ലിക്ക. അടിപൊളി. എടുക്കട്ടെ. വേണ്ട ചാർലിക്ക് പറ്റിയതാ. ചാർലിക്ക് പറ്റിയതാ. ചാർലിക്ക് പറ്റിയതാ. എല്ലാരും കുടിക്കുക. അച്ഛനോട് ഇപ്പൊ ഒത്തിരി കഞ്ഞി കുടിക്കും. ഒത്തിരി കഞ്ഞി ഞാൻ എടുക്കാം, കഞ്ഞി എടുക്കാം. താങ്ക് യു. എല്ലാവരുടെ രസമല്ല. ആ സമാധാനം. ഈ കഞ്ഞി കുടിക്കുന്ന വലിയ രസമൊന്നുമില്ല അച്ചോ. യാതനകളുടെ പട്ടിണിക്കാണ്. പഠിക്കാൻ ഞാൻ സാമാന്യം മിടുക്കനായിരുന്നു. പഠിച്ച് നല്ല ജോലി സമ്പാദിച്ച് എൻ്റെ കുടുംബത്തെ പോറ്റണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. 10ാം ക്ലാസ് റിസൾട്ട് വന്ന ദിവസം ഞങ്ങളുടെ അപ്പച്ചൻ ഞങ്ങളോട് ആരോടും മിണ്ടാതെയും പറയാതെയും ദൈവത്തിലേക്ക് പോയി. അങ്ങനെ പാഠപുസ്തകം താഴെ വെച്ച് തൂമ്പായും എടുത്ത് മണ്ണിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് ദൈവദൂതൻ പോലെ ഒരാൾ എന്നെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അയാള് ഞങ്ങളുടെ കുടുംബത്തിന് താങ്ങും തണലുമാണ്. അച്ചാച്ചി എന്ന് ഞാൻ വിളിക്കുന്നു എൻ്റെ കൺകണ്ട ദൈവം. പിന്നീട് എൻ്റെ ജീവിത വളർച്ചയുടെ ഭാഗമായിരുന്നു അച്ചാച്ചി. എന്നിൽ ഒരു ലീഡർ ഉണ്ടെന്ന് കാണിച്ചു തന്നത് എൻ്റെ അച്ചാച്ചിയാണ്. ഒടുക്കം ഞാൻ ഒരുവിധം തറക്കം മുട്ടിയപ്പോൾ അദ്ദേഹം സ്വന്തം നാട്ടിൽ തിരിച്ചു. പിന്നെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ രാഷ്ട്രീയ തിരക്കിനിടയിൽ ആ ദൈവദൂതനെ ഞാൻ മറന്നുപോയി എന്നതാണ് സത്യം. വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഒരു കത്ത് കിട്ടി. അത് എൻ്റെ അച്ചാച്ചിയുടേതായിരുന്നു. അച്ചാച്ചിയുടെ ഒരു ആഗ്രഹവും അപേക്ഷയുമായിരുന്നു ആ കത്തിൽ. അതാണ് നമ്മളിവിടെ ആവിഷ്കരിക്കാൻ പോകുന്ന പകൽ പർദീസ എന്ന ഡ്രീം പ്രോജക്റ്റ്. ഇപ്പോൾ എൻ്റെ കയ്യെത്തും ദൂരത്തുണ്ട് എൻ്റെ അച്ചാച്ചി, ജോസൂട്ടിയുടെ ചാച്ചി, എൻ്റെ അച്ചാച്ചി. നിങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ട്. നമുക്ക് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയാണ്. ഒരു ഹോണറബിൾ ഗസ്റ്റാണ് എൻ്റെ കൂടെ ഉണ്ട്. വരണം വരണം വരണം. ഞാനീ വന്നത് എന്നേക്കാൾ മുമ്പ് ഇങ്ങനെ എത്തിയ എൻ്റെ വിശിഷ്ട അതിഥി എൻ്റെ അച്ചാച്ചി കാണാനാണ്. ഇത് എൻ്റെ അച്ചാച്ചി. അയ്യോ സാറേ, വല്ലാത്ത ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ് ഒന്ന് കിടക്കാൻ വേണ്ടി ചാച്ച ബെഡ്റൂമിലേക്ക് കയറിയതാണ്. ഞാനിപ്പോ വിളിക്കാം. വേണ്ട വേണ്ട, റൂം കാണിച്ചാൽ മതി. ഞാൻ പോയി കിടന്നോളാം. ഞാൻ കാണിച്ചില്ല. ചാർലി ധാരാളം വന്നിരിക്കുന്നേ ചേച്ചി. ചേച്ചി ചേച്ചി ചേച്ചി
പോയോ? അയ്യോ ചാച്ചാ. പറ്റിയോ? എന്റെ ചാച്ചാന്റെ വിളിച്ചിട്ട് പോയോ ചാച്ചാ? ചാച്ചാ. എന്താ പറ്റിയേ? എന്താ പറ്റിയേ? അപ്പച്ചനെന്താ പറ്റിയേ? എന്താ സംഭവിച്ചവിടെ? എനിക്ക് അപ്പച്ചനെ ഒന്ന് കാണണം. നമുക്ക് അങ്ങോട്ട് പോവാം. കൊണ്ടുപോവാം. അമ്മച്ചേനെ ഒന്ന് പിടിക്കേ. എന്താ പറ്റി അമ്മച്ചി? സംഭവിച്ചേ? എന്താ പറ്റി? തളിരുപോലുള്ളോരാ പഴയ ശബ്ദത്തിൽ നീ ഒരു വട്ടം എന്നെ വിളിക്കൂ. നീളഗന്ധമീശാത്ത ചുണ്ടിൻ നിലാവിനാൽ പഴയ പോലും വയ്ക്കൂ. ഒരു വിരൽ കൊണ്ടൊന്നു താങ്ങുക, തടവറയ്ക്കരികിൽ വന്നെന്നെ തലോടൂ. മഴ പോലെ നീയൊന്ന് കരയോ, കുടപ്പാൽ മലരിൻ്റെ കുല പോൽ ചിരിക്കൂ. നമ്മുടെ മക്കള് നമുക്കൊരനുഭൂതി അറിഞ്ഞില്ലേ? പക്ഷെ മക്കൾക്ക് നമ്മളൊരു ശല്യമറാകല്ലേ? എത്ര ചൂടുള്ള കഞ്ഞിയും കുറെ കഴിയുമ്പോൾ ആറി തണുക്കും. അനിയമ്മേ, ആറിയ കഞ്ഞി പഴങ്ങഞ്ഞിയ. പക്ഷെ ആ പഴങ്ങഞ്ഞി അത്ര മോശപ്പെട്ട കാര്യമല്ല. കൊച്ചിലെ മൂക്കുമുട്ട കഴിച്ച പഴങ്ങഞ്ഞിയുടെ ഗുണമാ നിന്റെ കെട്ടിയവന്റെ അടിത്തറയും മുടക്കുമോചനം. ഇടയ്ക്കൊക്കെ റാമിനെയും ജോസൂട്ടിയും മോനെയും കാണാൻ ചങ്കു വല്ലാതെ ഇടയ്ക്ക് സഹിക്കാനാകാത്ത സങ്കടം വരും. അപ്പൊ ഞാൻ മഴ കൊള്ളാനായി മണ്ണിലേക്ക് ഇറങ്ങും. എന്തിനാണെന്നോ? എന്റെ കണ്ണിൽ നിന്ന് ഊരി വരുന്നത് മഴത്തുള്ളിയാണോ കണ്ണുനീരാണോ എന്ന് ആരും തിരിച്ചറിയാതിരിക്കാൻ. കരയാൻ മുട്ടിയ പിന്നെ കരഞ്ഞല്ലേ പറ്റൂ. ഇപ്പൊ മഴയില്ലാത്തത് കൊണ്ടാ ഇരുട്ടത്തേക്ക് ഇറങ്ങിയത്. മഴയ്ക്ക് മാത്രമല്ല, ഇരുട്ടിനും കണ്ണുനീര് മറയ്ക്കാൻ കഴിയും. ഇനി നമ്മൾ തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും വായിക്കാൻ എന്റെ അച്ചാച്ചിയുടെ ജോസൂട്ടിയുടെ അച്ചാച്ചിന്റെ പകൽ പ്രതീക്ഷ എന്ന ഡ്രീം പ്രോജക്റ്റ് ഞാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.